ഇവ എനിക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു വഴി കാണിക്കാതിരിക്കില്ലല്ലോ ശ്രീധ. ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോറി ശ്രീ. സോറി പറയേണ്ടത് ഞാനല്ലേ? നിങ്ങൾ എന്തിനാ ശ്രീ? നിങ്ങൾ അതിനെന്ത് ചെയ്തിട്ടാ? ചെയ്തത് മുഴുവൻ ഞാനല്ലേ? താനിപ്പോ ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം തന്റെ ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും മുൻപ് ഞാനല്ലേ കാരണം? അന്ന് ഓർമ്മയില്ലേ? ഞാനായിരുന്നില്ലേ തന്നെ ഫോഴ്സ് ചെയ്തത്, തന്റെ കൈകൊണ്ട് സുരേന്ദ്രൻ അടിക്കാൻ പറഞ്ഞത്? അന്ന് താൻ പറഞ്ഞ പോലെ അത് അവിടെ വിട്ടിരുന്നെങ്കിൽ തനിക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിന്റെ റിസൾട്ട് ഇതായിരിക്കുമെന്ന് ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. റിയലി സോറി അവനി. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അന്ന് നിങ്ങൾ അവിടെ എന്റെ ക്യാരക്ടറിന് ഒരു കോട്ടവും വരാതെ സംരക്ഷിച്ചു. അതിന് നിങ്ങളോട് എന്റെ എല്ലാ ജന്മവും കടപ്പെട്ടിരിക്കും ശ്രീ. അവനി എങ്ങോട്ടെങ്കിലും പോണെന്നുള്ള തന്റെ ചിന്ത അതാദ്യം മാറ്റിവെക്കൂ. പ്രശ്നമുണ്ടായത് ഞാൻ കാരണമല്ലേ? അപ്പൊ പരിഹാരം കാണിച്ചു തരേണ്ട ബാധ്യതയും എനിക്കുണ്ടല്ലോ. ഞാൻ വന്ന കാര്യം എന്തായാലും കഴിയുന്നവരെ തനിക്കിവിടെ നിൽക്കാം. പിന്നെ തന്നെ സേഫായിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാം. അതുപോലെ സുരേന്ദ്രനിൽ നിന്ന് ഒരു റിസ്കും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. കേട്ടല്ലോ? ബാഗ്, മൊബൈല് എല്ലാം എവിടെയോ കളഞ്ഞു പോയി. ചേച്ചി ഞാൻ ഫോൺ ചെയ്യുന്നത് കാത്തിരിക്കുന്നുണ്ടാവും. എത്രയോ തവണ ഫോൺ ചെയ്തിട്ടുണ്ടാവും. ഒരേ ഒരു പ്രാവശ്യം എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചോളൂ. എന്തു പറ്റി അവനി? നോട്ട് റീച്ചബിൾ എന്ന് കേൾക്കുന്ന. കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കൂ. താൻ എന്തായാലും റെസ്റ്റ് എടുത്തോ. ഞാൻ പോയെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇരുന്നോളൂ അവനി. ചെറിയമ്മ എപ്പോഴാ അമ്മേ വരുന്നേ? വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് മോളെ. നീ എവിടെയെങ്കിലും ഒരിടത്ത് അവള് സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ മതി. നീ ചെറിയമ്മ കാണാൻ തോന്നുന്നുണ്ട് അമ്മേ. അവളൊരു വലിയ വീട്ടിലെ മരുമകളാകുമെന്ന് അവളുടെ തലയിലെഴുത്ത്. ആ ദൈവത്തിന്റെ തന്നെ അനുഗ്രഹത്തോടെ അങ്ങനെ സംഭവിക്കുന്ന ദിവസം തീർച്ചയായും കാണാം. ആ സമയം വരെ
ഇവിടേക്ക് അവൾ ഇനി വരരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സുജേ, 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 ആ സുരേന്ദ്രൻ നമ്മളെ തപ്പിയൊക്കെ ഇട്ടത് അത്ര ദൂരത്ത് ഒരു വീട് ഞാൻ എടുത്തു. ഇനി അടുത്തതായി ഫോൺ വെറുതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാതെ സിമ്മേ നമ്മളങ്ങ് മാറ്റും. ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്ക്, ആ സുരേന്ദ്രൻ അയാളുടെ ആളുകളെയും കൂട്ടി നാട് മൊത്തം വല വിരിച്ചാലും നമ്മളെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അവന്റെ കയ്യിൽ പെടുന്ന് തോന്നി തുടങ്ങിയ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് രക്ഷയില്ലെന്ന് തോന്നിയ വേറെ വീട്ടിലേക്കും കൊണ്ടുപോകും. നീ കെട്ടിയ താലി ചുമക്കുന്ന ഈ പാവത്തിന് എനിക്ക് ഈ അവസ്ഥ വരാതിരിക്കില്ലല്ലോ. എല്ലാം നീ കാരണം ഉണ്ടായത്. ആവണിയെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കായിരുന്നു. അനാവശ്യ തിരക്ക് കാണിച്ച് നശിപ്പിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നപ്പോ നീ അത് കുളവാക്കി തന്നു. ഒരു പെണ്ണിനെ മുന്നിൽ നിർത്തി അവളെ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. നീയൊക്കെ ഒരു മനുഷ്യനാണോ? നോക്ക് ചക്കരേ, നീ എന്നെ എത്ര വട്ടം തൂന്ന് പറഞ്ഞാലും ഞാനത് കാര്യമാക്കില്ല. ആവനി എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി ആ സുരേന്ദ്രന്റെ കൈ തന്നെ ഞാൻ കൊണ്ടേ കൊടുക്കും. എടാ, ഇതുവരെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്റെ അനിയത്തെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിന്റെ വായിന്ന് വന്നാ അത് നല്ലതിനല്ല. എന്റെ കാര്യം വിട്ടേക്ക്. നിന്റെ അനിയത്തിയുടെ കൈകൊണ്ട് ചെരുപ്പ് കൊണ്ട് അടി വാങ്ങിയ ആ സുരേന്ദ്രൻ വെറുതെ നിൽക്കുവോ? നിന്റെ അനിയത്തി വരാതിരിക്കുകയില്ല. ആ സുരേന്ദ്രൻ പക തീർക്കാതെ വിടുകയില്ല. സംഭവിച്ച കാര്യം ഞങ്ങളുടെ റിലേറ്റീവ്സ് മുഴുവൻ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി മുഖമൊന്ന് കാണിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒരു പബ്ബില്ല, പാർട്ടിയില്ല. സിറ്റുവേഷൻ വളരെ എംബാരസിംഗ് ആണടാ. സുരേന്ദർ, പോയ കാര്യം കഴിഞ്ഞോ? അതോ വളരെ സിമ്പിളായി സോറിയടാന്ന് പറയോ? ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുക ഞാൻ. എന്തു ചെയ്യുമെന്ന് പോലും മനസ്സിലാവാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത്. കൊണ്ടുവന്നിട്ടുണ്ട് സുരേന്ദ്ര. Then play the footage immediately. ഞങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണോ ചേസ് ചെയ്തത് ആ ഏരിയയിൽ നിന്നുള്ളത് മാത്രമല്ല, സറൗണ്ടിങ് ഏരിയസായിട്ട് ബന്ധപ്പെട്ട ഫുട്ടേജസും കൊണ്ടുവന്നിട്ടുണ്ട്. എവിടേക്കാണ് അവര് പോയതെന്ന് കാണുന്നുണ്ടോ? കളക്ട് ചെയ്തു എന്നല്ലാതെ ഞങ്ങളും കണ്ടിട്ടില്ല. പ്ലേ ചെയ്യാൻ പോവാം, നോക്ക്. ഈ ധാബയുടെ അടുത്ത് ഞങ്ങളും പോയതാ സുരേന്ദ്ര. നിങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നോടാ. കാറിന്റെ അടുത്തേക്ക് ആരും വരാത്തതെന്താ? അകത്തേക്ക് പോയ ആള് പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും സുരേന്ദ്ര.
വാട്ട് ഹാപ്പൻഡ്? ബാക്കി ഫുട്ടേജിന് എന്ത് പറ്റി? എന്തോ ടെക്നിക്കൽ കാരണം CC ക്യാമറാസ് ഓഫായ പോലെ ഉണ്ട്. ബാക്കപ്പ് അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. What the fuck? വീട്ടിലേക്ക് പോയിട്ട് ഈച്ച പോലുമില്ല. വീഡിയോ അവസാനം വരെ കണ്ടിട്ടും ആരുടെ കൂടിയാ പോയതെന്ന് കൂടിയില്ല. എന്റെ ടൈം ഇതുപോലെ ബാഡായി പോയത് എന്താടാ? ആദി, പറ സുരേന്ദ്ര. ആ കാർ ആരുടെയാ, അഡ്രസ് എന്താ, എവിടേക്ക് പോയി, ഇപ്പൊ എവിടെയുണ്ട്, എല്ലാം എനിക്കറിയണം. കാർ നമ്പർ സൂം ചെയ്ത് നോക്ക്. RTO ഓഫീസിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും പിടിച്ച് പറ്റുന്നത്ര വേഗത്തിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ഓക്കെ. മിനിസ്റ്ററുടെ മകൻ ഒരു പെൺകുട്ടിയെ ചെരുപ്പ് കൊണ്ട് അടിച്ചു എന്ന് പറയിപ്പിക്കുന്നതും മിനിസ്റ്ററുടെ മകനെ ഒരു പെൺകുട്ടി ചെരുപ്പ് കൊണ്ട് അടിച്ചു എന്ന് പറയിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആവനിയോട് എനിക്ക് റിവഞ്ച് തീർത്തേ പറ്റൂ. എവിടേക്കാ പോയത് ആവനി? നീ എവിടെയാണടി? നീ എവിടെയാണടി? നീ എവിടെയാണടി? നീ എവിടെയാണടി? നീ അവനി, നീ എവിടെയാണെങ്കിലും എന്റെ ആളുകൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ശ്രീക സർ, നിന്നെ കണ്ടെത്തിയെന്ന വാർത്ത കേൾക്കുന്നത് വരേക്കും എനിക്ക് മനസമാധാനം ഉണ്ടാവത്തില്ല അവനി. ശ്രീക സർ, ശ്രീക സർ. എന്താ അവനി? കുറേയേറെ നേരമായിട്ട് ആരും ഒരാള് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ് അല്ലേ? ഇവിടെ റൂം ബോയ് അയക്കാന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അയാളായിരിക്കും. താനെന്തിനാ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല ശ്രീക. എന്നെ തിരിഞ്ഞ് പിന്നാലെ പുറപ്പെട്ട ശത്രുവിനും ഞാനുള്ള സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായിന്ന് തോന്നുന്നു. ആ സുരേന്ദ്രനാണെങ്കിൽ ഞാൻ എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. ആവനി, കൂൾ. താൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ പോയി നോക്കട്ടെ. താൻ ഇവിടെ ഇരിക്കേ. ഇരിക്കാവനി. വണക്കം സാർ. സാർ, ടീ കാഫി എന്തെങ്കിലും വേണമോ സാർ? ഞാൻ കോൾ ചെയ്തോളാം. സാർ, ടിഫിൻ സാർ? ഞാൻ പറഞ്ഞോളാം. അതല്ല, ഇതിനൊക്കെ താൻ ഇത്ര വേണം കോളിംഗ് ബെൽ അടിക്കേണ്ട ആവശ്യമുണ്ടോ? സോറി സാർ, മന്നിച്ചിടുங்க സാർ. ഗെറ്റ് ലോസ്റ്റ്. ആവനി മാഡം, ആവനി മാഡം. റൂം ബോയ് ആയിരുന്നു അത്. ആ കാര്യത്തെ പറ്റി ആലോചിക്കുന്നുണ്ടാ തനിക്ക് എപ്പോഴും ഇങ്ങനെ പേടി? ഞാനുള്ളപ്പോ
എന്തിനാ പേടിക്കുന്നേ? താനും ഒന്ന് വേഗം ഫ്രഷപ്പ് ആയിട്ട് വാ. ഐ എം സോറി. തന്റെ ലഗേജ് പോയല്ലോ അല്ലേ? അപ്പൊ ഇനി ഡ്രസ് എന്താ ചെയ്യാ? ആ, ഒരു കാര്യം ചെയ്യാം. തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ തനിക്ക് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാം. ഷോപ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുന്നവരെ ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ്? ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇതെടുത്തോളൂ, ഫ്രഷ് ആയിട്ട് വാ. Everything is okay, sir. Sir, if possible, meeting കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാവോ? പ്ലീസ് സർ, ഒരു പേഴ്സണൽ റിക്വസ്റ്റാ. ശരി സർ, ഞാൻ കാത്തിരിക്കാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാ. ഈ ഡ്രസ്സും തനിക്ക് ചേരുന്നുണ്ട് കേട്ടോ. പണ്ടുള്ളവർ പറയും ചില ഡ്രസ്സില് ചിലർക്ക് സൗന്ദര്യം കൂടുമെന്ന്. പക്ഷെ ചിലരിട്ടാ ആ ഡ്രസ്സും കൂടെ ഭംഗിയാവും അത്രേ. ഓക്കെ അവനി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അതുവരെ താൻ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ? പോയി വരാം കേട്ടോ. അവനി മാഡം, ഡോർ ലോക്ക് ചെയ്തോളൂ കേട്ടോ. ആ, ഇത് സത്യമായിട്ടും ദൈവനിശ്ചയം തന്നെയാ, ഒരു സംശയവുമില്ല. ഞാൻ എവിടെയുള്ളതെന്ന് പോലും അറിയാതെ ചേച്ചി എന്നെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ശ്രീകരന്റെ അടുത്ത് സുരക്ഷിതമായി നിൽക്കുന്ന കാര്യം ചേച്ചിനെ എങ്ങനെയെങ്കിലും അറിയിച്ചാൽ നന്നായിരുന്നു.
എന്താ ചേച്ചി ഈ ഏരിയ ചെയ്യുന്നേ? നിന്നെ അവനെ വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇന്നലെ രാത്രി മൊത്തം വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് നോക്കാൻ ഇറങ്ങിയതാ. ഫോൺ ചെയ്തോന്ന് എന്നോട് ചോദിക്കുന്നത് എന്താ? അവൻ എവിടെ പോയതാ ചേച്ചി? എന്തു പറ്റി ചേച്ചി? പറ ചേച്ചി. സുരേന്ദ്രയ്ക്ക് എന്റെ അനിയത്തിയോട് എന്തോ പകയുണ്ട്. അതിന് എന്റെ ഭർത്താവും കൂട്ടി നിൽക്കുക. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അവനെ വീട്ടിൽ നിന്ന് എനിക്ക് പറഞ്ഞയക്കേണ്ടി വന്നു ഗീത. സുരേന്ദ്ര അവളുടെ ജോലി കളഞ്ഞത് പോരാഞ്ഞിട്ട് ഇങ്ങനെയും ചെയ്യുന്നുണ്ടോ? അവൻ ഇങ്ങനൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്നാലും അളിയന്റെ തല ഇങ്ങനെയായി പോയത് എന്താ ചേച്ചി? അവൻ അവസരം കിട്ടിയ സ്വന്തം ഭാര്യയെ മകളെ വരെ വിൽക്കുന്നവനാ ഗീതേ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചേച്ചി? അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലൊന്ന് പേടിച്ച് സുരേന്ദ്രന്റെ കണ്ണിപ്പെടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാള്.